നമസ്കാരം കൂട്ടുകാരെ, മാരിയോയാണ്. തൊട്ട് മുമ്പ് ഒരു ഇംഗ്ലീഷ് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് മലയാളമാണ്. ഞാൻ നിൽക്കുന്നത് കിഴക്കിൻ്റെ ലൂർദ് എന്ന് പറയുന്ന പള്ളിയുടെ ഫ്രണ്ടിലാണ്. ഇതാണ് കിഴക്കിൻ്റെ ലൂർദ്, മനോഹരമായൊരു പള്ളി. മലയാളികളെ ഇത് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, പൊതുവെ അറിയാമായിരിക്കും, എങ്കിലും അതൊന്ന് കാണുക. ഏതാണെന്ന് മനസ്സിലായല്ലോ, വേളാങ്കണ്ണി പള്ളിയാണ്. ഈ പള്ളിയുടെ പിന്നിലെ ചരിത്രം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി പാലുമായിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നല്ല സുന്ദരിയായ ഒരു സ്ത്രീയും ഒരു സുന്ദരനായ കുഞ്ഞും കൂടെ അവൻ്റെ മുമ്പിൽ വന്നു. അല്പം പാല് ചോദിച്ചു, പാല് കൊടുത്തു. അമ്മയും മോനും ഒക്കെ പാല് കുടിച്ചു. അവരവരുടെ വഴിക്കും പോയി. കൊച്ചു വീട്ടിലും ചെന്നു. പക്ഷെ കൊച്ചു വീട്ടിൽ ചെന്നിട്ട് കാര്യം പറഞ്ഞു നോക്കുമ്പോൾ പാലൊട്ടും കുറഞ്ഞില്ലെന്ന് മാത്രമല്ല, പാത്രത്തിൽ കൂടുതലാണുള്ളത്. ഭയങ്കര ക്യൂരിയോസിറ്റിയായി, ആരാണ് എന്താണ് എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയായി അവർക്ക് മാറി എന്നുള്ളതാണ് കേട്ടോ. രണ്ടാമത് പറയുന്ന ഒരു സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടി ഇതേപോലെ കാലിന് സ്വാധീനമില്ലാത്ത, ലെയിമായ, അതായത് നടക്കാൻ കഴിവില്ലാത്ത ഒരു കുട്ടി ഇവിടെ മോര് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതേ അമ്മയും മോനും ആ കുട്ടിയെടുത്ത് വന്നിട്ട് മോര് ചോദിച്ചു. മോര് കൊടുത്തതും ഈ കുട്ടിക്ക് പെട്ടെന്ന് സൗഖ്യം കിട്ടി. നടക്കാൻ പറ്റാത്ത കുട്ടി എഴുന്നേറ്റ് ചാടാൻ തുടങ്ങി. അപ്പോഴേക്കും നാട്ടുകാർ ഇതൊക്കെ അറിഞ്ഞു. അങ്ങനെ ആ നാട്ടുകാർ ആ ഏരിയയിലൊക്കെ വന്ന് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. അവിടെ ഒരു ചെറിയ കുരിശുപള്ളിയൊക്കെ ആയി. അത് കഴിഞ്ഞ് വർഷങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ ഈ ആരാധിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ഒരു കടലുണ്ട്. ആ കടലിലൂടെ പോർച്ചുഗീസുകാർ സഞ്ചരിക്കുമ്പോൾ അവർ പെട്ടുപോയി. അതായത് വലിയ ചുഴലിക്കാറ്റിൽ പെട്ടിട്ട് അവർ മരിക്കുമെന്നുള്ളൊരു സാഹചര്യമായപ്പം ഇവിടുത്തെ ഇങ്ങനെ അത്ഭുതം അവർ കേട്ടതുകൊണ്ട് ഈ അമ്മയോട് അവർ മാധ്യസ്ഥം യാചിച്ചു. അവർ ഈശോയോട് പ്രാർത്ഥിച്ചു. അവർ അത്ഭുതകരമായ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവരുടനെ ഇവിടെ ഇറങ്ങി വന്ന് ഇവിടെ ഒരു ചെറിയ പള്ളി പണിതു. ആ പള്ളി പണിത സ്ഥലമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. പിന്നീട് അത് മനോഹരമാക്കി എടുത്തു എന്നുള്ളത് വേറൊരു കാര്യം. ഇതിനേക്കാളും മനോഹരമായ വേറൊരു പള്ളി പണിതു. ഒന്നിങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വന്നിട്ട് അപ്പുറത്ത് കാണിക്കുമ്പോൾ അവിടെ ഈശോയുടെ വലിയ രൂപം കാണാൻ പറ്റുമായിരിക്കും. സൂം ചെയ്യാൻ പറ്റില്ല, ഓഫായി പോവും. ചെറുതായിട്ട് അവർക്ക് കാണുമായിരിക്കും, ഇല്ലേ? കാണുന്നുണ്ട്. ഓക്കെ, ഇനി ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പം പിന്നീട് വലിയ മനോഹരമായ പള്ളിയൊക്കെ പണിതു. എങ്കിലും ഇതാണ് ബസിലിക്കയായി ഉയർത്തപ്പെട്ട പള്ളി. 1962 ഇതിനെ ബസിലിക്കയായിട്ട് ഉയർത്തുന്നത് എന്ന് ഓർക്കണം. ഇവിടുത്തെ പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ ചിലത് ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, രോഗശാന്തിയാണ്. അമ്മയെ വിളിക്കുന്നത് തന്നെ അവർ ലേഡി ഓഫ് ഹെൽത്ത് എന്ന, ആരോഗ്യ മാതാവ്, ആരോഗ്യ അന്നയെ എന്ന് വിളിക്കും. അതായത് നമുക്ക് ആരോഗ്യം തരുന്ന അമ്മ. ഞാൻ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് പല രോഗങ്ങളിൽ കഷ്ടപ്പെട്ടപ്പോഴും 1, 2, 3, 4 ഒന്നല്ല, ഒരുപാട് രോഗങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടപ്പോഴൊക്കെ ഞാൻ ഇവിടെയാണ് ഓടിയെത്തിയത്. ഇപ്പോഴും ഞാൻ RCCയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വരാൻ അതും ഒരു കാരണമാണ്. എനിക്കിപ്പോൾ രോഗം ഇല്ല. എല്ലാവരും തെറ്റിദ്ധരിക്കുന്നുണ്ടെന്നോ ഭയങ്കര രോഗമാണെന്ന്. ഇപ്പോൾ രോഗമില്ല. ചെക്കപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചില സാധ്യതയും സംശയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാതാവിൻ്റെ മുമ്പിൽ വന്നിട്ട് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു തീരുമാനം മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് രോഗങ്ങളൊന്നും വരരുതേ എന്നാണ്. രോഗമില്ല, മാറാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, രോഗങ്ങൾ വരാതെ സംരക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഞാൻ ആവശ്യപ്പെടുക. ഞാൻ ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ നടക്കുന്ന രോഗശാന്തി മാത്രമല്ല, മക്കളില്ലാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലക്ഷക്കണക്കിന് വിറ്റ്നസ് ഉണ്ട് അവർക്ക് മക്കളെ ലഭിച്ചതായിട്ട്. അതുപോലെ തന്നെ ഭയങ്കര അപകടങ്ങളൊക്കെ, സ്ഥിരം കുടുംബത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്ന, കാർ അപകടങ്ങൾ, അല്ലെങ്കിൽ കടബാധ്യതകൾ, അല്ലെങ്കിൽ മരത്തിൽ നിന്ന് വീഴുക, ഇങ്ങനെയൊക്കെ അപകടങ്ങൾ സംഭവിക്കുന്ന കുടുംബങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് അമ്മയോട് മാധ്യസ്ഥം യാചിച്ചു പോകുമ്പോൾ പിന്നീട് അപകടങ്ങളെല്ലാം മാറുന്നതായിട്ട് കേൾക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരിക്കലും മാറൂല, അല്ലെങ്കിൽ ഒരിക്കലും ഈ വിടുതൽ വിട്ടുപോകൂല എന്നൊക്കെ പറഞ്ഞ് സാമ്പത്തിക കടബാധ്യതയും കുടുംബത്തിലെ ചില ശാപങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, അതിന് പ്രത്യേക നേർച്ച കാഴ്ചകളൊക്കെ ഉണ്ട്, ചെയ്യുമ്പോൾ മാറി എന്നാണ് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇവർ മെഴുകുതിരിയുടെ പ്രതിമകളൊക്കെ സമർപ്പിക്കും. ഇപ്പം നമ്മുടെ ഒരാൾക്കൊരു രോഗമുണ്ട്, അയാളുടെ രൂപത്തിലുള്ള മെഴുകുതിരി അല്ലെങ്കിൽ അതിൻ്റെ തന്നെ പ്രതിമകൾ ചെറിയ സ്റ്റീലിലൊക്കെ വാങ്ങി അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ഒരു പതിവുണ്ട്. ഇവിടത്തേക്ക് ജനങ്ങൾ വരുമ്പോൾ ഒരുപാട് ദൂരെ നിന്ന് നടന്നു വരും. ചിലപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ഇവിടത്തേക്ക് നേർച്ചയാക്കി നടന്നു വരും സാധനങ്ങൾ ഏറ്റെടുത്ത്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുട്ടയിൽ അടയുന്ന സ്ഥലമാണ്. അതിപ്പം ഞാൻ പള്ളിയുടെ മുമ്പിൽ നിന്ന് ലൈവായിട്ട് ഇടുന്നതുകൊണ്ട് എനിക്കത് കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ ഈ ലൈവ് അവസാനിപ്പിച്ചതിന് ശേഷം ഇതിലെല്ലാം സഞ്ചരിച്ച് 7ഓളം സ്ഥലങ്ങൾ വ്യക്തമായി പോയി അവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഞാൻ പിന്നീട് യൂട്യൂബിൽ ഒരു ലെങ്തി വീഡിയോ, 10-20 മിനിറ്റിൻ്റെ വീഡിയോ മനോഹരമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മുട്ടയിൽ അഴയുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. എല്ലാവരും വിചാരിക്കും യേശു രക്ഷയ്ക്ക് വേണ്ടി എല്ലാ സഹനങ്ങളും ഏറ്റെടുത്ത് കഴിഞ്ഞു, പിന്നെ നമ്മളെന്തിനാണ് ഇപ്പോൾ സ്വയം തന്നെ സഹിക്കുന്നതെന്നൊക്കെ ചോദ്യമില്ല. ആ ചോദ്യത്തിനൊക്കെ ദൈവികമായും വചനപരമായും തത്വശാസ്ത്രപരമായും ദൈവശാസ്ത്രപരമായുള്ള മറുപടികളൊക്കെ ഞാൻ തരുന്നതായിരിക്കും തീർച്ചയായും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ചിലർ ഇവിടെ വരുന്നത് അവരെന്തെങ്കിലും കാര്യസാധ്യത്തിന് പ്രാർത്ഥിച്ചു, അത് നടന്നു. അതായത് ഇവിടെ വന്നില്ല, നാട്ടിൽ വെച്ച് വേളാങ്കണ്ണി അമ്മയോട് പ്രാർത്ഥിക്കുന്നു, ആ കാര്യം സാധിക്കുമ്പോൾ നന്ദി സൂചകമായിട്ട് ഇവിടെ വരുന്നവരുണ്ട്. അതേപോലെ ഞാനൊരു 2-3 പ്രാവശ്യം നന്ദി സൂചകമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നതും സത്യം പറഞ്ഞാൽ ഒരു നന്ദി സൂചകമാണ്. കാരണം ഞാനൊരു ചെറിയ ഭയത്തിലായിരുന്നു രോഗവുമായി ബന്ധപ്പെട്ട്.
സകല ചെക്കപ്പും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നുമില്ല എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, സിംറ്റമൊക്കെ വെറും തോന്നലായിരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മൈൻഡിലുണ്ടായിരുന്ന സന്തോഷമുണ്ട്. അതിനൊരു നന്ദി പറയാനും കൂടെയാണ് അമ്മയെടുത്ത് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളെന്ന് പറഞ്ഞ വർഷത്തിലൊരിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 8 വരെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ വരെ നടക്കുന്ന എന്താ പറയുക സൽക്കർമ്മങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോഴും ഭയങ്കര തിരക്കുള്ളൊരു സമയമാണ്. ഇപ്പോഴും ഞാനിവിടെ വന്നു കഴിഞ്ഞ് ഇത്ര വെയിലും ബുദ്ധിമുട്ടും ഒക്കെ ആണെങ്കിലും നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പെരുന്നാളിൻ്റെ പ്രത്യേകതകളാണ് കൊടിയേറ്റം, തിരുനാൾ പ്രദക്ഷിണം, വിവിധ ഭാഷകളിലൊരു വിശുദ്ധ കുർബാന, മെഴുകുതിരി കത്തിച്ചുള്ള പ്രദക്ഷിണം, അതുപോലെ തന്നെ യാമപ്രാർത്ഥനകൾ രാത്രി മുഴുവനും, അതുപോലെ കടൽ തീരത്ത് പോയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ, പിന്നെ തമിഴ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ, കൊങ്കണി, തെലുങ്ക് എന്നിങ്ങനെ ഒരുപാട് ഭാഷകളിലാണ് ഇവിടെ ഓരോ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത് എന്നോർക്കുക. ഇവിടെ വേറൊരു പ്രത്യേകത ഉള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് ക്രിസ്ത്യാനികൾ മാത്രമല്ല. ആരോഗ്യ അന്ന എന്നൊക്കെ പറയുമ്പോൾ, പരിശുദ്ധ അമ്മ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു പ്രത്യേക സ്ഥലമാണ്. അങ്ങനെ ആരും ചിന്തിക്കരുത്. ഇവിടെ വരുന്നത് നിങ്ങൾ നോക്കിക്കോളൂ, ഭൂരിഭാഗം ഹൈന്ദവരാണ്, അതേപോലെ മുസ്ലിങ്ങളുമാണ്. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ മുസ്ലിങ്ങൾക്കും മടിയില്ല, ഹൈന്ദവർക്കും മടിയില്ല. അമ്മ അവരെയും സ്നേഹിക്കുന്നു, അമ്മ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു, അവർക്കെല്ലാം അനുഗ്രഹം ലഭിക്കുന്നു. ഇതൊരു പവർ ഹൗസാണെന്ന് ചുരുക്കം. മലയാളികൾക്ക് ഇതിനെക്കുറിച്ച് ഞാൻ അധികം പറഞ്ഞു തരേണ്ട കാര്യമില്ല. എങ്കിലും ജീവിതത്തിൽ എന്നെങ്കിലും നിങ്ങൾ ഒരിക്കൽ വേളാങ്കണ്ണി അമ്മയെടുത്ത് വരണം. അത് വെറുതെ ഒരു ടൂറായി വന്ന് പോകാതെ, വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റായി പോകാതെ, അല്പം പ്രാർത്ഥിച്ചും ഉപവസിച്ചും ധ്യാനിച്ചും മനസ്സറിഞ്ഞ് നിങ്ങളിവിടെ വന്ന് ഒരു 1-2 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്ത് പോയാൽ അതിൻ്റെതായ ഗുണം നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ വർഷത്തിൽ ഒരു പ്രാവശ്യം വരും. ആ ഒരു 1-2 ദിവസം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആ ഒരു വർഷത്തിന് ആവശ്യമുള്ള മുഴുവൻ എനർജിയും ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് എനിക്ക്. ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഒരു ആത്മീയ യാത്രയിലാണ്. ഈ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് ഞാനൊരു ഈശ്വരനെ തേടിയുള്ള, അതായത് നിന്നെയും തേടി എന്നാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം, ഇൻ സെർച്ച് ഓഫ് യു, ആൻഡ് ദാറ്റ് സെർച്ച് കണ്ടിന്യൂസ് ഇൻ മൈ ലൈഫ്. അപ്പോൾ നമുക്കിവിടെയുള്ള ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഇതൊരു ലൈവ് ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ നിയോഗം കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ഞാൻ സമയം കിട്ടുമ്പോൾ കമൻറ്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞാനിവിടെ ഉണ്ട് കുറച്ച് സമയം. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈശോയുടെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളുടെ കൂടെ ആയിരിക്കട്ടെ. ആമേൻ.